ഹലോ എവ്രി വൺ. സോ യെസ്, +1 +2 തുല്യതയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലൊന്നാണ് ഇമെയിൽ. 6 മാർക്സോ അല്ലെങ്കിൽ 4 മാർക്സിനോ ഷുവറായി വരുന്ന ക്വസ്റ്റ്യനാണ് ഇമെയിൽ. സോ അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, അതിൽ വരാൻ പോകുന്ന 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ആൻസേഴ്സ്, അത് മലയാളത്തിൽ പറയുന്നതിൻ്റെ അതിൻ്റെ ഡെഫിനിഷൻസ് എല്ലാമാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. സോ സ്റ്റേ ട്യൂൺ ടിൽ ദി എൻഡ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിതൗട്ട് ഫർദർ എഡു. ഓക്കെ, യെസ്. സോ ഫസ്റ്റ് തന്നെ ഇമെയിലിൻ്റെ ഫോർമാറ്റ്. അതിന് മുമ്പ് എന്താണ് ഇമെയിൽ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഇമെയിൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് മെയിൽ. നിങ്ങൾക്കറിയാലോ, നമ്മൾ ഫിസിക്കൽ ലെറ്റർ എഴുതിയതിന് പകരം ഒന്നെങ്കിൽ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺസിലോ നമ്മൾ ഇലക്ട്രോണിക്കലി അല്ലെങ്കിൽ ഡിജിറ്റലി ഒരു മെയിൽ അയക്കുന്നതിനാണ് ഇമെയിൽ എന്ന് പറയുന്നത്. വേറെ അധികം ഒന്നും പറയാനില്ല. ഓക്കെ, സോ ഇതിൻ്റെ ഫോർമാറ്റ് എങ്ങനെ നോക്കാം. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഡയറക്റ്റ് എടുത്താണ്. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങൾ എഴുതേണ്ടത് ഫ്രം. നമ്മൾ ലെറ്ററിലാണെങ്കിലും ഫ്രം നമ്മൾ സാധാരണ വീട്ടിലെ അഡ്രസ്സാണ് ഇതാണ്. നമ്മൾ ആരാണോ അയക്കുന്നത് അവരുടെ വീട്ടിലെ അഡ്രസ്സാണ് ഇതാണ്. പക്ഷേ എങ്കിൽ ഇമെയിൽ എഴുതുമ്പോൾ നമ്മുടെ ഇമെയിൽ അഡ്രസ്സാണ് എഴുതുന്നത്. ഓക്കെ, ഇമെയിൽ അഡ്രസ്സ്. അപ്പോൾ ഒരു ഇമെയിൽ അഡ്രസ്സ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. ജസ്റ്റ് നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയിക്കേണ്ട ആവശ്യമില്ല. ഒന്നും കിട്ടുന്നെങ്കിൽ ജസ്റ്റ് എങ്ങനെ എഴുതിയാൽ മതി, ABC ഒരു gmail.com ഇങ്ങനെ എഴുതിയാൽ ഒരു ഇമെയിൽ അഡ്രസ്സായി. ഓക്കെ, സോ നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട ജസ്റ്റ് ഇതുപോലെ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യന് കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ടുള്ളൊരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാക്കാം. അത് ഇമെയിൽ അഡ്രസ്സൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, ഇമെയിലിൻ്റെ ക്വസ്റ്റ്യൻ വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ചുള്ള ആൻസേഴ്സ് നിങ്ങൾ ഉണ്ടാക്കണം. ഓക്കെ, നിങ്ങൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. Imagine that the grandmother in the story writes a letter or sends an email to Triveni, the author of Kashiyatre. Attempt the letter or email for her. Okay, so ഈ ക്വസ്റ്റ്യനിൽ ആരാണ് ലെറ്റർ അയക്കുന്നത്? ഗ്രാൻഡ് മദറാണ് ലെറ്റർ അയക്കുന്നത്. ഓക്കെ, ആർക്കാണ് ലെറ്റർ അയക്കുന്നത്? ഇപ്പം ഗ്രാൻഡ് മദറാണ് ഫ്രം. അത് നിങ്ങളിപ്പോൾ മനസ്സിലാക്കണം, ഫ്രം. ഓക്കെ, ആർക്കാണ് ലെറ്റർ അയക്കുന്നത്? ത്രിവേണി ആരാണ്? ഓഥർ ഓഫ് കാശിയാത്ര. സോ ഇതാണ് 2. അപ്പോൾ ഇവർക്കാണ് നമ്മൾ ഇമെയിൽ എഴുതുന്നതെങ്കിൽ നമുക്കറിയാം ഗ്രാൻഡ് മദറിൻ്റെ പേര് നമ്മൾ സ്റ്റോറിയിൽ നിന്ന് കളിച്ചിരുന്നു. ഗ്രാൻഡ് മദറിൻ്റെ പേര് കൃഷ്ടക എന്നായിരുന്നു. സോ ഞാൻ ഇവിടെ ഉണ്ടാക്കി ഇമെയിൽ അഡ്രസ്സ് നോക്കിയാട്ടെ, krishtaka@email.com. മറ്റാൾ പേരെന്താണ്? triveni@email.com. ഓക്കെ, അല്ലെങ്കിൽ ജിമെയിലിനോ യാഹൂന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സൈറ്റിൻ്റെ പേരാണോ ഏതാ. ഓക്കെ ആണല്ലോ, യെസ്. സോ അതെഴുതാം. നെക്സ്റ്റ്, അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, ജസ്റ്റ് CC എന്ന് വെറുതെ എഴുതാം. ഒന്നും ഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല, CC എന്ന് മാത്രം എഴുതിയാൽ മതി, CC. ഓക്കെ, അത് കഴിഞ്ഞിട്ട് യൂഷ്വലി ഇവിടെ എന്തുണ്ടാവും, ഒരു സബ്ജക്റ്റ്, SUBJECT സബ്ജക്റ്റ് എന്നുള്ളൊരു കോളം ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് +1 ഇമെയിൽ ഉണ്ടായിരുന്നു. എന്താണ് +1ലും +2ലും ഇമെയിൽ വ്യത്യാസം? നിങ്ങൾ +1 ആണെങ്കിൽ നിങ്ങൾ ശരിക്കും ഈ വീഡിയോ അല്ല കാണുന്നത്. +1ൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് നോക്കാം. അതിനെ പറയുന്നതാണ് ഫോർമൽ ഇമെയിൽ. ഓക്കെ, ഫോർമൽ. ഇത് ഇൻഫോർമലാണ്. അതായത് നമ്മൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ചെയ്യുന്നത്. ഫോർമൽ എന്ന് പറഞ്ഞാൽ ഒരു ഓഫീസർ, ഒരു ഒഫീഷ്യലായിട്ടുള്ള ആൾ, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ, ഒരു കമ്പനിയുടെ ഓണർ, അല്ലെങ്കിൽ ഒരു മേയർ, ഗവൺമെൻറ് പോസ്റ്റിലെ ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർ കഴിഞ്ഞാണ് ഫോർമൽ ലെറ്റർ അഥവാ ഫോർമൽ ഇമെയിൽ എന്ന് പറയുന്നത്. ഇൻഫോർമൽ നമ്മളിപ്പം പഠിക്കുന്നത് +2ൽ പഠിക്കുന്നതാണ് ഇൻഫോർമൽ. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലിക്കോ എഴുതുന്ന ലെറ്റേഴ്സാണ് ഇൻഫോർമൽ എന്ന് പറയുന്നത്. സോ ഇൻഫോർമൽ ലെറ്ററിന് ശരിക്കും സബ്ജക്റ്റിൻ്റെ ആവശ്യമില്ല. ബട്ട് ജസ്റ്റ് നിങ്ങൾ സബ്ജക്റ്റ് നമ്മൾ എഴുതി വെച്ചേക്കാം. കാരണം നിങ്ങളിപ്പോൾ ഫോണിലോ അല്ലെങ്കിൽ ഏത് കമ്പ്യൂട്ടറിലോ ഒരു ജിമെയിൽ ആപ്പ് തുറന്നു നോക്കിയാൽ ടു ഫ്രം CC കാരണം നിങ്ങൾ എന്തായാലും സബ്ജക്റ്റ് എന്നുള്ളൊരു കോളം കണ്ടിരിക്കും. ഓക്കെ, സോ ആ ഒരു കാരണം കൊണ്ട് നിങ്ങൾ സബ്ജക്റ്റ് എന്ന് അവിടെ എഴുതി വെക്കാം. ഞാൻ സെക്കൻഡ് വണ്ണിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു CC എന്ന് വെറുതെ ഇങ്ങനെ എഴുതി വെക്കണം. ഓക്കെ, CC. ഓക്കെ ആണല്ലോ, യെസ്. സോ ലെറ്റ്സ് മൂവ് ഓൺ. പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് സല്യൂട്ടേഷൻ. ഹായ് സുനിത. ഫോർമൽ ലെറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റെസ്പെക്റ്റഡ് സർ ഓർ മാഡം എഴുതും. ഓക്കെ, യെസ്. സോ ഹായ് സുനിത ഒരു കോമൻറ്റ്. നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാണ്. I came to know that you organized a surprise birthday party for your mother. ഞാൻ അറിഞ്ഞെന്താണ്, നീ നിൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു സർപ്രൈസ് ആയിട്ട് ഒരു ബർത്ത്ഡേ പാർട്ടി അല്ല ജന്മദിനാഘോഷ പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. I would like to hear more about it. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. വാട്ട് കൈൻഡ് ഓഫ് പാർട്ടി ഡിഡ് യു ഓർഗനൈസ്? എങ്ങനത്തെ പാർട്ടിയാണ് നീ നടത്തിയത്? ഹൂ ഓൾ ഡിഡ് യു ഇൻവൈറ്റ്? ആരൊക്കെ നീ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു? ഹൗ ഡിഡ് ഇറ്റ് ഗോ? എങ്ങനെയായിരുന്നു അത് പോയത്, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഡു ലെറ്റ് മി നോ, എന്നെ അറിയിക്കുക. സോ ഇതറിയാൻ വേണ്ടിയാണ് ഇമെയിൽ അയച്ചത്. ആരയച്ചത്?
ലവ് ജീൻ. ജീനാണ് ഈ ലെറ്റർ അയച്ചത്. ആർക്ക് അയച്ചത്? സിന്ധക്കാണ്. സിമ്പിൾ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഇമെയിൽ. ഓക്കെ, സിമ്പിൾ ഇമെയിലാണ്. സോ ഇതാണ് ഒരു സിമ്പിൾ ഇമെയിലിൻ്റെ ഫോമാറ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എക്സാമിന് വരാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, കാരണം എക്സാമിന് ഈ ക്വസ്റ്റൻ അല്ല, എക്സാമിന് വരാൻ പോകുന്ന 2 ക്വസ്റ്റൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇതിന് പുറമേ വരാൻ ചാൻസ് കുറവാണ്, എന്നാൽ നിങ്ങളൊന്ന് പഠിച്ച് വെക്കണം. ഓക്കെ, ബട്ട് മോസ്റ്റ് പ്രോബബിൾ ഏറ്റവും അധികം ചാൻസ് ഉള്ളത് ഈ 2 ഇമെയിലാണ്. സോ നമുക്ക് ആ 2 ഇമെയിൽ നോക്കാം. ഓക്കെ, ക്വസ്റ്റൻ നേരത്തെ വായിച്ചാണ്. എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഈ സ്റ്റോറി വായിച്ചാണ്. ഇത് സ്റ്റോറി ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മം ടു റീഡ്. ആ ചാപ്റ്ററിലാണ്, സുധാമൂർത്തിയുടെ ആ ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ഇമെയിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൽ കാശി യാത്ര നമ്മൾ ആ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, നമ്മളതിൻ്റെ ക്വസ്റ്റൻ ആൻസർ പഠിച്ചിട്ടുണ്ട്. സോ അത് നമുക്ക് അറിയാം. എന്താ നമുക്ക് ഈ ഇമെയിൽ വായിച്ചു നോക്കാം, അപ്പം കുറച്ചുകൂടി ക്ലിയർ ആവും. യെസ്, ഇമെയിലിൻ്റെ ഫസ്റ്റ് ഫോമാറ്റ് ആണ് ഫ്രം krishtaka@email.com. ഫ്രം എഴുതി. നെക്സ്റ്റ് ആണ് ടു ത്രിവേണി. ആർക്കാണ് അയക്കുന്നത്? ത്രിവേണി. അത് നിങ്ങൾ ക്വസ്റ്റൻ മനസ്സിലാക്കണം. ഓക്കെ, ക്വസ്റ്റൻ മനസ്സിലാക്കണം, ആർക്കാണ് എഴുതുന്നത്, ആരാണ് എഴുതുന്നത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ജസ്റ്റ് വെറുതെ തന്നെ ഒരു CC എന്ന് നിങ്ങൾ ജസ്റ്റ് ഇവിടെ CC എന്ന് എഴുതി കൊടുക്കാൻ. ഓക്കെ, യെസ്. നെക്സ്റ്റ് സബ്ജക്റ്റ് നമ്പറിലോ ഇൻഫോർമൽ ആയിട്ട് നിർബന്ധമില്ല, ജസ്റ്റ് സബ്ജക്റ്റ് മാത്രം എഴുതിയാൽ മതി. പക്ഷേ ഇതൊരു ശരിക്കും ഇൻഫോർമൽ അല്ല. ഇത് നമ്മൾ എന്താണ്, ഒരു ഓത്തർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റൈറ്റർ, ഒരു എഴുത്തുകാരിക്ക് എഴുതുന്ന ഒരു ഇമെയിലാണ്. സോ അത് കുറച്ചും കൂടി ഫോമലാണ്. അതുകൊണ്ട് താങ്ക് യു ഫോർ യുവർ ബ്യൂട്ടിഫുൾ സ്റ്റോറി, അല്ലെങ്കിൽ താങ്കിങ് യു ഫോർ യുവർ ബ്യൂട്ടിഫുൾ സ്റ്റോറി എന്ന് എഴുതാം. നിർബന്ധമില്ല, നമ്മൾ ഇത് വേണമെങ്കിൽ കട്ട് ചെയ്യാം, സബ്ജക്റ്റിന് മാത്രം എഴുതി വെച്ചാൽ മതി, കുഴപ്പമില്ല. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, സ്റ്റാർട്ടിങ് ഹായ് ത്രിവേണി. സ്റ്റാർട്ടിങ് സല്യൂട്ടേഷൻ ഹായ് ത്രിവേണി സ്റ്റാർട്ട് ചെയ്ത്. ഓക്കെ, ഓർമ്മിക്കണേ, പോയിന്റ്സുകൾ ഓർമ്മിച്ച് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഒരു പോയിന്റ് മറന്നതിന് ജസ്റ്റ് മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഫ്രം ടു CC സബ്ജക്റ്റ് സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഹായ് ത്രിവേണി, ഗുഡ് മോർണിംഗ് ഡിയർ ത്രിവേണി എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. സുഖായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഐ വാണ്ടഡ് ടു റൈറ്റ് യു ടു സേ ഹൗ മച്ച് ഐ ലവ് യുവർ സ്റ്റോറി കാശി യാത്രേ. ഞാൻ ഈ ഇമെയിൽ എഴുതുന്നത് എന്തിനു വേണ്ടിയാണ്? പറയാൻ വേണ്ടി. എന്ത് പറയാൻ വേണ്ടിയിട്ട്? ഹൗ മച്ച്, എത്രത്തോളം. ഐ ലവ് യുവർ സ്റ്റോറി, എനിക്ക് ഇഷ്ടമാണ് നിങ്ങളുടെ സ്റ്റോറി കാശി യാത്രേ. അത് എന്താ, അവർ എഴുതിയ സ്റ്റോറി എനിക്ക് എത്ര ഇഷ്ടമാണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഇമെയിൽ എഴുതുന്നത്. എവ്രി വീക്ക്, എല്ലാ ആഴ്ചയും മൈ ഗ്രാൻഡ് ഡോട്ടർ, ആരാണ്? സുധാമൂർത്തി, റീഡ്സ് ഇറ്റ് ടു മീ, എനിക്കത് വായിച്ചു തരാറുണ്ട്. ഓക്കെ, ആൻഡ് ഐ ഫീൽ സോ കണക്റ്റഡ് ടു ദ ഓൾഡ് ലേഡി ഇൻ ദ സ്റ്റോറി. എനിക്കത് വായിക്കുമ്പം എന്തോ ഒരു കണക്ഷൻ തോന്നി. ആരൊക്കെ? ഈ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടറായ ഓൾഡ് ലേഡി ആയിട്ട് എനിക്ക് ഒരുപാട് സാമ്യം തോന്നി. എന്താ കാരണം? ഹെർ ഡ്രീം ഓഫ് ഗോയിങ് ടു കാശി, അവരുടെ സ്വപ്നം, കാശി പോകണമെന്നുള്ള അവരുടെ സ്വപ്നം, റിമൈൻഡ്സ് മീ ഓഫ് മൈ ഓൺ വിഷസ് ഇൻ ലൈഫ്. എനിക്ക് എൻ്റെതായ ആഗ്രഹങ്ങളെപ്പറ്റി ഓർമ്മയിൽ വരുന്നു. അതായത് എനിക്കും കാശിയിൽ പോകണം എന്നൊരാഗ്രഹമുണ്ടല്ലോ എന്ന കാര്യത്തിന് എനിക്ക് ഓർമ്മിപ്പിച്ചിരുന്നു ആരെ? ഈ കഥയിലെ ഓൾഡ് ലേഡി, സ്ത്രീ. യുവർ സ്റ്റോറി ഹാസ് ഇൻസ്പയർഡ് മീ ടു ലേൺ ഹൗ ടു റീഡ്. നമുക്ക് ആ സ്റ്റോറി അറിയാം അല്ലേ? അപ്പോൾ ആ സ്റ്റോറിയിൽ എന്താ ഒരു സിറ്റുവേഷൻ എത്തിയപ്പം ആ ഗ്രാൻഡ് മദറിന് ആ സ്റ്റോറി വായിക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഗ്രാൻഡ് മദറിന് എഡ്യൂക്കേഷൻ്റെ വാല്യൂ മനസ്സിലായത്. അതിനുശേഷം അദ്ദേഹം എന്തായിരുന്നു, ഈ വായിക്കാൻ പഠിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഒരു രീതി പറയുമ്പം ഈ ത്രിവേണിയുടെ സ്റ്റോറി വായിക്കാൻ വേണ്ടിയാണ് ഗ്രാൻഡ് മദർ പഠിക്കണം എന്നുള്ളൊരാഗ്രഹം വന്നത്. ഐ ഡോണ്ട് വാണ്ട് ടു ഡിപ്പെൻഡ് ഓൺ അതേഴ്സ് എനിമോർ. എനിക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ വായിക്കാൻ പറ്റണം അല്ലേ? മറ്റുള്ളവരെ ആശ്രയിക്കുന്ന എനിക്ക് താല്പര്യമില്ല. മൈ ഗ്രാൻഡ് ഡോട്ടർ ഈസ് ടീച്ചിങ് മീ. എൻ്റെ പേരക്കുട്ടി എനിക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ആൻഡ് ഐ എം വർക്കിംഗ് വെരി ഹാർഡ്. ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, നല്ലോണം ട്രൈ ചെയ്യുന്നുണ്ട്. ഐ ഹോപ്പ് ദാറ്റ് വൺ ഡേ ഐ ക്യാൻ റീഡ് യുവർ ബുക്സ് ഓൺ മൈ ഓൺ. ഞാൻ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഇഷ്ടമുള്ള സമയത്തുള്ള പോലെ എനിക്ക് എഴുതാം. നിങ്ങൾ ക്വസ്റ്റ്യൻ വന്നാൽ എല്ലാവർക്കും ഡൗട്ടാണ് ഏത് സിറ്റുവേഷൻ എഴുതേണ്ടത്, ഇത് സ്റ്റോറി കഴിഞ്ഞിട്ടാണോ സ്റ്റോറിൻ്റെ ഇടയിലാണോ, അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. സ്റ്റോറിയായിട്ട് ചെറിയൊരു ബന്ധം ഉണ്ടായിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീഡം ഉണ്ട്. വേണമെങ്കിൽ പുതിയ അതിൽ കണക്റ്റഡ് സ്റ്റോറീസ് ഉണ്ടാക്കാം, അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമേ അല്ല. അപ്പോൾ ഞാൻ ഈ ഇമെയിൽ ചെയ്യുന്നത്, അതായത് ശരിക്കും സ്റ്റോറിയിൽ എൻഡിൽ ഗ്രാൻഡ് മദറിന് വായിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഞാൻ അതിൻ്റെ കുറച്ച് മുമ്പാണ് പറയുന്നത്. ഓക്കെ, യെസ്. ഐ ഹോപ്പ് ദറ്റ് വൺ ഡേ ഐ ക്യാൻ റീഡ് യുവർ ബുക്സ് ഓൺ മൈ ഓൺ. ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, ഒരു ദിവസം ഒറ്റയ്ക്ക് എനിക്ക് തനിച്ച് തന്നെ നിങ്ങളുടെ ബുക്സ് വായിക്കാൻ പറ്റുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ റൈറ്റിംഗ് സച്ച് എ ടച്ചിങ് സ്റ്റോറി. ഇത്രയും നല്ല ഒരു ഇമോഷണലായൊരു സ്റ്റോറി എഴുതിന് ഒരുപാട് നന്ദി. ഇറ്റ് ഹാസ് ചേഞ്ച്ഡ് മൈ ലൈഫ്. അതിൻ്റെ ജീവിതത്തിനെ മാറ്റിമറിച്ചു. ലാസ്റ്റ് കൺക്ലൂഡിങ് ലൈൻ, ലവ് കൃഷ്ടക. ഇതാണ് ഇമെയിലിൻ്റെ ഫോർമാറ്റ്. ഇത്രയേ ഉള്ളൂ ഇമെയിൽ. വെരി സിമ്പിൾ. ഓക്കെ, അതേപോലെ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. നെക്സ്റ്റ് ഒരു ഇതും കൂടി ഉണ്ട്, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ശരിക്കും എനിക്ക് തോന്നുന്നത്, ഇതാണ് എനിക്ക് വരാൻ ചാൻസ്. ഓക്കെ, സോ ഇത് എന്തായാലും പഠിക്കണം. അതിൻ്റെ കൂടെ പറയാനുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഒരു 10 seconds തരാം. ജസ്റ്റ് ഒന്ന് വീഡിയോ പോയി ലൈക്ക്
ഓക്കെ, എന്തായാലും ഇത്രയും പറഞ്ഞല്ലേ, ഞാൻ തൊണ്ടപെട്ടി പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് 10 seconds ടൈം പോയി ലൈക്ക് ചെയ്യാം. ഓക്കെ, യെസ്, ഐ എം വെയിറ്റിംഗ് ഫോർ യു. അതേപോലെ നിങ്ങൾ എന്താ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഓൾമോസ്റ്റ് 200+ ആൾക്കാരുണ്ട്. ജസ്റ്റ് തുല്യതാവിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, സോ നിങ്ങൾ ജോയിൻ ചെയ്യാം, ഞാൻ ആക്സെപ്റ്റ് ചെയ്യും വാട്സാപ്പ് ഗ്രൂപ്പ്. ഓക്കെ, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ വേറെ എന്താ പറയാനുള്ളത്, നിങ്ങൾ +1 +2 ഏത് ക്ലാസ് ആണെങ്കിലും ചാനലിൽ പോയാൽ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, +1 +2 അങ്ങനെ 2 സെക്ഷൻ ആയിട്ടുണ്ടാവും. അതിൽ എല്ലാ വീഡിയോസും റിപ്പീറ്റഡ് ആയിട്ട് കാണും. ഓക്കെ, എക്സാം കുറച്ച് മന്ത്സ് കൂടി ഉണ്ട്, അപ്പോൾ അതാകുമ്പോഴത്തേക്ക് നമ്മൾ പോർഷൻസ് കംപ്ലീറ്റ് ആക്കണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളും എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾ പഠിക്കുന്നത് ആ ഒരു പേസിൽ തന്നെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ലാസ്റ്റ് എത്തുമ്പോൾ എത്തുള്ളൂ. എല്ലാവരും ലാസ്റ്റ് എത്തുമ്പോഴാണ് ഭയങ്കര സ്പീഡ് കൂടാൻ, പക്ഷേ നിങ്ങൾ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും ബെറ്റർ ആയിരിക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ ക്ലാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു ഹാവ് എ ഫ്രണ്ട് ഹൂസ് ചൈൽഡ് ഈസ് ഇത് വരുന്നത് എന്താണ്, ഈ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു, ട്രൂ ഹൈറ്റ്. നമ്മൾ എന്തായിരുന്നു ചാപ്റ്ററിൻ്റെ പേര്, ട്രൂ ഹൈറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, കുറച്ച് അങ്ങോട്ടുള്ള ചാപ്റ്ററാണ്. ഓക്കെ, സോ യെസ്, ഇതിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മനസ്സിലാവും. യു ഹാവ് എ ഫ്രണ്ട് ഹൂസ് ചൈൽഡ് ഈസ് വിഷ്വലി എംപയർഡ്. നിങ്ങൾക്കൊരു സുഹൃത്തുണ്ട്. എന്താണ് സുഹൃത്തിൻ്റെ പ്രത്യേകത, അവനക്ക് ഒരു മകനുണ്ട് ഹൂ ഇസ് വിഷ്വലി ഇംപയർഡ്. വിഷ്വലി ഇംപയർഡ് എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ കണ്ണ് കാണുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് വിഷ്വലി ഇംപയർഡ് എന്ന് പറയുന്നത്. ഓക്കെ, വിഷ്വലി ഇംപയർഡ്. വിഷ്വൽസ് പറഞ്ഞാൽ നമ്മൾ കാണുന്നില്ല, വിഷ്വൽസ് പറഞ്ഞാൽ ഇംപയർഡ് എന്ന് പറഞ്ഞാൽ എന്താ, ബുദ്ധിമുട്ടുള്ളത്. യു വുഡ് ലൈക്ക് ടു ഹെൽപ്പ് യുവർ ഫ്രണ്ട് ടു റിലീവ് ഹിം ഫ്രം ഹിസ് ഡിപ്രസ്ഡ് ആൻഡ് ഡിജക്റ്റഡ് മൂഡ്. അതായത് അവരുടെ ആ സുഹൃത്തിൻ്റെ വളരെ സങ്കടമായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ചെറിയൊരു ഹാപ്പിനെസ് കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയൊരു സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ളൊരു നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുണ്ട്. സെൻഡ് ആൻ ഇമെയിൽ മെസ്സേജ് ടു ഹിം അഡ്വൈസിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് ഹിം സോ ആസ് ടു ഹെൽപ്പ് ദ ചൈൽഡ് ഓവർകം ദ ഹാൻഡിക്യാപ്പ് ആൻഡ് അച്ചീവ് ഹിസ് ഗോൾസ്. നിങ്ങളൊരു ഇമെയിൽ അയക്കണം. എന്തിനു വേണ്ടിയിട്ട്, നിങ്ങൾ ആ ഫ്രണ്ടിനോട് പറയാൻ, അതായത് കുട്ടീനെ എങ്ങനെ സഹായിക്കാം, കുട്ടീനെ എങ്ങനെ ഈ ഒരു ഹാൻഡിക്യാപ്പിൽ നിന്ന് എങ്ങനെ അതൊരു തടസ്സമാവാതെ, അല്ല ഡിഫറെൻ്റ്ലി ഏബിൾഡ് നമ്മൾ പറയാം അല്ലേ, നമ്മൾ ഡിസേബിൾഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഡിഫറെൻ്റ്ലി ഏബിൾഡ്, അവർ വ്യത്യസ്തമായ രീതിയിലാണ് അവർക്ക് കഴിവുള്ളത് എന്ന രീതിയിലുള്ള മീനിങ്ങിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യണം അല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇമെയിൽ എഴുതുക. അതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലോ, യെസ്. സോ ഇവിടെ പേരൊന്നും പറഞ്ഞില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് എഴുതാം. ഓക്കെ, നോ ലിമിറ്റ്സ്. യെസ്, ഫസ്റ്റ് ഫ്രം അബി 123, നമ്മളെ പേര് അബി എന്നാക്കിയിട്ടുണ്ട്. അബി 123@gmail.com. 2 ആർക്ക് അയക്കുന്നത് സച്ചിൻ 1996@gmail.com. ഓക്കെ, വെരി സിമ്പിൾ. നെക്സ്റ്റ് CC വെറുതെ ഏതാ സബ്ജക്റ്റ്, ഇതൊരു ശരിയായ ഫോമൽ ലെറ്ററാണ്, അതിൽ ഫ്രണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ സബ്ജക്റ്റിൻ്റെ ആവശ്യമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. ഓക്കെ, നോ പ്രോബ്ലം, ജസ്റ്റ് സബ്ജക്റ്റ് മാത്രമല്ലെങ്കിൽ എഴുതി വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ, സല്യൂട്ടേഷൻ, ഡിയർ സച്ചിൻ. ഓക്കെ, ഡിയർ സച്ചിൻ, ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. നീ എന്താ സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഐ നോ ദിസ് ഇസ് എ ഡിഫിക്കൽട്ട് ടൈം ഫോർ യു. നിനക്കൊരു ബുദ്ധിമുട്ടുള്ള സമയമാണിതെന്ന് എനിക്കറിയാം. ബട്ട് യു ആർ നോട്ട് അലോൺ. പക്ഷേ എന്തല്ല, നീ തനിച്ചല്ല. അതായത് നമ്മൾ ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്ത് വരുമ്പോൾ നമ്മൾ പറയുന്ന ലൈൻസാണത്. യുവർ ചൈൽഡ് ഈസ് സ്പെഷ്യൽ. നിൻ്റെ യുവർ ചൈൽഡ് ഈസ് സ്പെഷ്യൽ, വളരെ വ്യത്യസ്തമായ അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ളൊരു കുട്ടിയാണ് നിനക്കുള്ളത്. ആൻഡ് ക്യാൻ അച്ചീവ് ഗ്രേറ്റ് തിങ്സ്. അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. മെനി വിഷ്വലി ഇംപാക്ട് പീപ്പിൾ ഹാവ് സക്സീഡഡ് ആൻഡ് യുവർ ചൈൽഡ് ക്യാൻ ടു. ഒരുപാട് നമ്മൾ +1 പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഹെലൻ കെല്ലറിൻ്റെ. അപ്പോൾ അതേപോലെ തന്നെ വിഷ്വലി ഇംപാക്ട് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ അവരുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ആൻഡ് യുവർ ചൈൽഡ് ക്യാൻ ടു. അതേപോലെ തന്നെ നിൻ്റെ കുട്ടിക്കും സാധിക്കും. വിത്ത് യുവർ ലവ് ആൻഡ് സപ്പോർട്ട് ഹി ക്യാൻ ലേൺ ആൻഡ് ഗ്രോ. നിൻ്റെ സ്നേഹവും നിൻ്റെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ അവൻക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരാനും അതേപോലെ തന്നെ പഠിക്കാനും സാധിക്കും. എൻകറേജ് ഹിം എവറി ഡേ ആൻഡ് ബിലീവ് ഇൻ ഹിം. അവൻ എന്ത് കാര്യം ചെയ്യുമ്പോൾ അവനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ അവൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുക. ഓക്കെ, ദർ ആർ മെനി വേസ് ടു ഹെൽപ്പ്. സഹായിക്കാൻ അവനെ കുറേ രീതിയുണ്ട്. അതേപോലെ തന്നെ എന്തുണ്ട്, ആൻഡ് ഐ ആം ഓൾവേസ് ഹിയർ ഫോർ യു. നിനക്ക് എന്തുണ്ടെങ്കിലും എന്താവശ്യമുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും. ഇത് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് അയക്കുന്ന ഒരു മെസ്സേജാണ്, ഐ ആം ഓൾവേസ് ഹിയർ ഫോർ യു. സ്റ്റേ സ്ട്രോങ്, യു ആർ ഡൂയിങ് ഗ്രേറ്റ്. ഒരു സപ്പോർട്ട് അല്ലേ, സ്റ്റേ സ്ട്രോങ്, യു ആർ ഡൂയിങ് ഗ്രേറ്റ്. എല്ലാവർക്കും ഒരു പോയി ഉണ്ടാവും ഇങ്ങനത്തെ പാരൻസിന് പ്രത്യേകിച്ചിട്ട്. അവർ ചെയ്യുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അവർ ചെയ്യുന്ന പാരൻറ്റിങ് ശരിയാണോ, അപ്പോൾ അങ്ങനത്തെ ഒരു പേടി ഇല്ലാണ്ട് കണ്ട് നമ്മൾ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റാണ്, പഠിക്കേണ്ട ആവശ്യമില്ല, സ്റ്റേ സ്ട്രോങ്. ഓക്കെ, ബെസ്റ്റ് റിഗാർഡ്സ്. ഇങ്ങനത്തെ ഒരുപാട് വേർഡ്സ് ഉപയോഗിക്കാം. ബെസ്റ്റ് റിഗാർഡ്സ്, യോഴ്സ് ലവ്ലി, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, ലവ്, LOVE, ലവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ താഴത്തെ നിങ്ങളെ പേര് ചെയ്താൽ മതി. ഓക്കെ, അബി, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ അബിനെ എഴുതിയുകൊണ്ട് ഇവിടെ താഴത്തു അബിനെ. ഇത്രയേ ഉള്ളൂ ലെറ്ററിൻ്റെ ഇമെയിലിൻ്റെ ഫോർമാറ്റ്. വെരി സിമ്പിൾ, വെരി ഈസി, 6 marks ക്വസ്റ്റ്യൻ.
Okay, ആണല്ലോ. So I hope you are prepared for this. This is very easy question. I think you can do it like super easy. You just have to prepare for this part. അപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ലൈൻസ് അവോയ്ഡ് ചെയ്യാം. ഒരുപാടുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ലൈൻസ് അവോയ്ഡ് ചെയ്യാം. ബട്ട് ഡോണ്ട് ഫുഗെറ്റ്, ഡു നോട്ട് സ്കിപ്പ് ദീസ് പോയിന്റ്സ്. ഇസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ദ ഫോമാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഫോമാറ്റിൻ്റെ ഭാഗങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതിന് ഒന്നെങ്കിൽ 2 മാർക്സ് അല്ലെങ്കിൽ 1 മാർക്ക് ഫോർമാറ്റിന് മാത്രം ഉണ്ടാവും. ഓക്കെ ആണല്ലോ. സോ യെസ്, സോ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് എന്താ വേണ്ടത് കമൻസിൽ അറിയിക്കാം. നേരത്തെ ലൈക്ക് ചെയ്ത ആൾക്കാരാണ് ഇപ്പോൾ ലൈക്ക് ചെയ്തിട്ട് പോകുക. അതേപോലെ നിങ്ങളെ എല്ലാ ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്യാം. സോ ദാറ്റ് വേ യു ക്യാൻ ഹെൽപ്പ് മീ, motivate me to make more videos. So please do share with all your friends and like all your school groups. So thank you so much for watching. I hope you can ace your exams. So that's it. It's me, Hadi, signing off. Bye. Okay, sorry. Bye. Okay, before going, I forgot to say, if you haven't yet subscribed, don't forget to subscribe. Okay, subscribe here. I'll find the next videos. Okay, so sorry. Thank you so much. Bye.